ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ്. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന് കുംഭമാസത്തിലെ ആയില്യമാണ്. സർപ്പദോഷങ്ങൾ അകറ്റുന്നതിന് പ്രാർത്ഥനയും വഴിപാടുകളും നടത്താൻ ഏറ്റവും നല്ല ദിവസമാണ് കന്നി, തുലാം, കുംഭമാസത്തിലെ ആയില്യം. കന്നിയിലെ ആയില്യം നാഗരാജാവിൻ്റെ തിരുനാളാണ്. അതിനാൽ നാഗക്ഷേത്രങ്ങളിലെല്ലാം വിശേഷമാണ്. മണ്ണാറശാല മഹോത്സവമാണ് തുലാം ആയില്യത്തിൻ്റെ പ്രാധാന്യം. മണ്ണാറശാലയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യവും നാഗപ്രതിഷ്ഠയുള്ള മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലെ വാർഷിക പൂജ നടക്കുന്നതുമാണ് കുംഭമാസത്തിലെ ആയില്യത്തിൻ്റെ സവിശേഷത. ഇന്ന് 2026 മാർച്ച് 1 ഞായറാഴ്ച കുംഭമാസത്തിലെ ആയില്യ ദിനമാണ്. തിരുവാതിര, ചോതി, ചതയം നക്ഷത്രജാതരുടെ നക്ഷത്രാധിപൻ രാഹു ആയതിനാൽ ഇവർ നിത്യവും സർപ്പപ്രീതി വരുത്തുന്നത് നല്ലതാണ്. രോഹിണി, അത്തം, തിരുവോണം, ഭരണി, പൂരം, പൂരാടം, ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രക്കാർ രാഹുൽ ദശയിൽ സർപ്പപ്രീതിക്ക് വേണ്ടത് ചെയ്യണം. ആയില്യ ദിവസം വ്രതമെടുക്കുന്നത് നാഗശാപം അകറ്റും. വ്രത ദിവസം ഉപവാസമോ ഒരിക്കലൂണോ ആകാം. 12 ആയില്യം നാളിൽ വ്രതം സ്വീകരിച്ചാൽ നാഗശാപം മൂലമുള്ള രോഗദുരിതങ്ങൾ, പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങൾക്ക് ശമനമുണ്ടാകുമെന്നാണ് വിശ്വാസം. മനോവിഷമം, വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ എന്നിവ മാറുന്നതിനും മംഗല്യദോഷങ്ങൾ, കുടുംബകലഹം എന്നിവ ഒഴിയുന്നതിനും ഔദ്യോഗിക സംബന്ധമായ തടസ്സങ്ങൾ മാറുന്നതിനും സാമ്പത്തിക ക്ലേശം പരിഹരിക്കുന്നതിനും ശത്രുദോഷ ശാന്തിക്കും ആണ് മിക്ക ഭക്തരും മാസം തോറും ആയില്യം നാളിൽ ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്നത്. രാഹുദോഷം മാറുന്നതിനും ഉത്തമമാണിത്. ആയില്യ ദിവസം പഞ്ചാക്ഷര മന്ത്രം ഓം നമഃശിവായ 108 തവണയും ഇനി പറയുന്ന നവഗ്രഹ നവനാഗ സ്തോത്രം 12 തവണ വീതവും നാഗരാജ അഷ്ടോത്തരം, നാഗരാജ കീർത്തനം തുടങ്ങിയവയും ജപിക്കണം. അതോടുകൂടി എല്ലാ സർപ്പദോഷവും അകലും എന്നാണ് വിശ്വാസം. അനന്തൻ, വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, പത്മൻ, മഹാപത്മൻ, ശംഖപാലൻ, ഗുളികൻ എന്നിവരാണ് അഷ്ടനാഗങ്ങൾ. ഇവരെ കൂടാതെ ശേഷൻ, ഐരാവതൻ, മണിനാഗൻ, പൂരണനാഗൻ എന്നീ സർപ്പശ്രേഷ്ഠന്മാരും ജരൽക്കാരു, നാഗയക്ഷി മുതലായ സ്ത്രീനാഗങ്ങളുമുണ്ട്. ഇവരെ നാഗക്ഷേത്രങ്ങളിൽ ശിലാവിഗ്രഹങ്ങളായി ആരാധിക്കുന്നു. മിക്ക ക്ഷേത്രങ്ങളിലും നാഗരാജാവിനും നാഗയക്ഷിക്കും വിഗ്രഹങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാഗമന്ത്രം കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഏവർക്കും നാഗരാജാവിൻ്റെയും നാഗയക്ഷിയമ്മയുടെയും അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്നും സർവ്വദോഷങ്ങളും ഒഴിഞ്ഞു പോകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, സീ യു.